ആസിം മുനീർ ആണ് ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് അവിടെ ഉള്ളവരെല്ലാം തന്നെ പറയുന്നു. നമുക്കറിയാം പഹൽഗാമിലെ ആക്രമണത്തിൽ നമ്മളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആസിം മുനീർ പറഞ്ഞത് കശ്മീർ അവരുടെ ജീവനാഡിയാണ് എന്ന്. ആ ജീവനാഡി വിട്ടുകളയാൻ അവർക്ക് തയ്യാറല്ല എന്ന്. ആ ജീവനാഡിയിലേക്ക് അവർ ആക്രമണം നടത്തിയപ്പോൾ അവിടെ പൊലിഞ്ഞ ജീവനുകൾക്ക് ഇന്ത്യ ഇത്തരത്തിൽ തിരിച്ചടി നൽകുമെന്ന് അവർ കരുതിയില്ല. അത്തരത്തിൽ ഉള്ള അപ്രതീക്ഷിതം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ തിരിച്ചടി, തലക്കേറ്റ പ്രഹരം തന്നെയായിരുന്നു ആ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകി. അത് സൈന്യത്തെ കൺഫ്യൂഷനിലാക്കി. പിന്നീട് അവരുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിലുള്ള എല്ലാം, രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ കുഞ്ചു പറഞ്ഞ അവരുടെ നേതാക്കളൊക്കെ തന്നെ കരയുകയാണ്. ജനങ്ങളും കൺഫ്യൂഷനിലാണ് ആകെ. അവർ ചോദിക്കുകയാണ്, അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അവർ ചോദിക്കുകയാണ്, ഈ പറഞ്ഞു കേട്ട കരുത്തൊക്കെ എവിടെ പോയി എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ പൊതുജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സൈന്യത്തോട്. സാധാരണഗതിയിൽ പൊതുജനങ്ങളിൽ വലിയൊരു വിഭാഗവും സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സുകൊണ്ട് സൈന്യത്തോട് വെറുപ്പാണെങ്കിൽ തന്നെയും അവർക്ക് പേടിയാണ് സൈന്യത്തെ. കാരണം നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത് അങ്ങനെ തന്നെയാണ്. സൈന്യത്തിൻ്റെ സർവാധിപത്യമാണ് പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരുന്നത്. ബജറ്റിൻ്റെ നല്ലൊരു വിഭാഗവും സൈന്യത്തിലേക്ക് പോകുന്നു. സൈനികരുടെ ജീവിതം ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ ഒരു ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ തകർന്നു. കഴിഞ്ഞ ദിവസം തന്നെ വന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ഓഹരി വിപണികൾ വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമാകുന്നു. അവിടുത്തെ വിലക്കയറ്റം അരിക്ക് 360 തക്കാളിക്ക് 350 രൂപയോളം എത്തുന്നു എന്നുള്ളത് സാധാരണക്കാരായ ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഞാൻ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞപ്പോൾ ഉള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഉറിയിൽ ആക്രമിച്ചപ്പോഴായാലും, അതായത് ഉറിയിൽ തിരിച്ചടി നൽകിയപ്പോഴായാലും ബലാക്കോട്ടിലെ തിരിച്ചടി ആയപ്പോഴും അപ്പോൾ പാകിസ്ഥാൻ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങൾ തെളിവ് എന്താണെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്ന് തന്നെ തെളിവുകൾ നമുക്ക് ലഭിച്ചു. കാരണം ഇങ്ങനെ ആക്രമണം നടന്നു എന്നുള്ള തരത്തിൽ അവിടെ നിന്ന് വീഡിയോകൾ വരികയുണ്ടായി. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഈ കഴിഞ്ഞ ദിവസം ഈ 2 പേർ നിന്ന് വിശദീകരിക്കുന്ന 2 വനിതകളിൽ നിന്ന് വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായി അത് കാണിച്ചിരുന്നു. എന്തൊക്കെയാണ് ആക്രമണം നടത്തിയത്, എവിടെയൊക്കെയാണ് നടത്തിയത്, അതിന് കൃത്യമായ പ്രൂഫ് കാണിക്കുകയുണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും പറയാൻ കഴിയില്ല ഇനി ഇത് നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അവർക്കത് അംഗീകരിച്ചേ മതിയാവും. അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടി നൽകാമെന്ന് കരുതിയ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള വീണ്ടും ഒരു ശക്തമായ പ്രതിരോധം ഇന്ത്യ തീർത്തു എന്നുള്ളതാണ്. ഓപ്പറേഷൻ 2.0 ഇനി നടപ്പാകും. അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും അടുത്ത സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോഴും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു.